ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 52. നമ്മളിന്ന് 15-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 50 വരെയുള്ള മന്ത്രമാണ് നോക്കുന്നത്. ഇതിലെ ദേവത അഗ്നിയാണ്. അഗ്നി എന്നത് ഊർജമായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 41 ആദ്യം നോക്കാം. അഗ്നിയുടെ കോപം കുറയട്ടെ. അഗ്നിയുടെ കോപം കുറയട്ടെ എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിൻ്റെ പിന്നിലും അഗ്നിയാണുള്ളത്. അതേസമയം അഗ്നി നല്ല ആവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്, മോശമായ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അഗ്നി കോപിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ദോഷമായി തീരുകയാണ്. ഒരു അടുപ്പിലെ അഗ്നി നല്ലോണം ജ്വലിക്കുന്നത് നമുക്ക് ആവശ്യമാണ്. കോപിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം പല വീട്ടിനെല്ലാം തീ പിടിക്കുമ്പോഴെല്ലാം അത് കോപമാണ്. അഗ്നിയുടെ കോപം കുറയട്ടെ അർത്ഥത്തിൽ എടുത്താൽ മതി. എല്ലായിടവും നിറഞ്ഞിരിക്കുന്ന അഗ്നിയുടെ ശക്തി വിശേഷത്താലാണ് ഗോക്കളുടെ എല്ലാം വംശാവലി നിലനിൽക്കുന്നത്. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന അഗ്നി. എവിടെയാണ് അഗ്നി എന്ന് പറയുന്നത്? ഊർജമാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഊർജം ആവശ്യമുണ്ട്. പശുക്കൾക്കും ഊർജം ആവശ്യമുണ്ട്. പശുക്കൾക്ക് വേണ്ട ഊർജം എവിടെ നിന്നാണ് കിട്ടുന്നത്? പുല്ലിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അഗ്നി. അഗ്നി എന്ന് പറഞ്ഞാൽ തീ രൂപത്തിലല്ല, ഊർജ രൂപത്തിലെടുക്കുമ്പോൾ നമുക്ക് ഊർജം കിട്ടുന്ന എവിടെ നിന്നാണ്? ഭക്ഷണത്തിൽ നിന്നാണ്. ഗോക്കൾക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? ഭക്ഷണത്തിൽ നിന്നാണ്, പുല്ലിൽ നിന്നെല്ലാമാണ്. അപ്പോൾ അതെവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്? എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന അഗ്നിയാണ് ഗോക്കളുടെ വംശാവലി നിലനിർത്തുന്നത്. ഗോക്കളെ നിലനിൽക്കണ്ടിക്ക് പുല്ല് വേണം. പുല്ലിലുള്ള ഊർജം കൊണ്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരും വിവേകികൾ ആലപിക്കുന്നത്. അങ്ങയുടെ ശ്രേഷ്ഠതയെ വിവേകികൾ ആലപിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും അഗ്നിയുടെ മഹത്വത്തെപ്പറ്റി വർണ്ണിക്കുകയാണ് ഊർജം എന്ന നിലയിൽ. അഗ്നിയുടെ ശക്തിയാലാണ് ഈ ലോകം പുരോഗമിക്കുന്നത്. ഈ ലോകം പുരോഗമിക്കുന്നതിന് അഗ്നി വേണം. ഇപ്പം നമ്മൾ അത് ഇപ്പം മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസമില്ല. ഊർജമില്ലാതെ, ഊർജത്തിന് വേണ്ടിയാണ് ലോകങ്ങൾ ഇന്ന് അടിപിടി കൂടുന്നത്. യുദ്ധം വരെ നടത്തുന്നതിന് വേണ്ടിയാണ്, ഊർജം കിട്ടാൻ വേണ്ടിയാണ്. മറ്റേ ക്രൂഡ് ഓയിൽ അതിനെല്ലാം വേണ്ടിയിട്ടല്ലേ ഇപ്പം ലോകത്തിൽ യുദ്ധം നടക്കുന്നത്. നമുക്ക് തന്നെ ഗ്യാസ് ഇല്ലാതെയായില്ല. അപ്പോഴല്ലേ നമ്മൾ വിഷം അറിയുന്നത്. അപ്പം ലോകം പുരോഗമിക്കുന്നതിന് അത്യാവശ്യം ഊർജമാണ്. അതിനെയാണ് ദേവന്മാർ സ്തുതിയായി ആലപിക്കുന്നത്. അപ്പോഴെല്ലാവരും ദേവതകൾ, ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അഗ്നിയെ സ്തുതിക്കുകയാണ്. ഇനി 42 അഗ്നി രക്ഷാകേന്ദ്രമാണ്. നമ്മളെ രക്ഷിക്കുന്നത് അഗ്നിയാണ്. വളരെ ലളിതമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ചൂടുണ്ടോ എന്ന് നോക്കും. ചൂട് കുറഞ്ഞു പോയാൽ മരിച്ചു പോകില്ല, കൂടിപ്പോയാലും കുഴപ്പമാണ്. അപ്പോൾ ഒരു പ്രത്യേക ചൂട് ശരീരത്തിനുള്ളിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോൾ അഗ്നി രക്ഷാ കേന്ദ്രമാണ്. യുദ്ധത്തിൽ അഗ്നി ഉപയോഗിച്ചിട്ട്, ബോംബെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ശത്രുക്കളെ നേരിടുന്നത്. ഏതൊരു ദേവതകളാണോ അറിവിനായി അഗ്നിയെ സമീപിക്കുന്നവർ അവർക്ക് അഗ്നി ജ്ഞാനം നിറയ്ക്കുന്നു. അഗ്നിയെ സമീപിക്കുമ്പോൾ ആര് സമീപിച്ചാലും അവരിൽ അഗ്നി ജ്ഞാനം നിറക്കുന്നു. അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ലോകത്തിലുള്ള എല്ലാ പുരോഗതിയും നേടുന്നത്. അഗ്നിവിദ്യ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അഗ്നിക്ക് എന്തറിയാം? സയൻസ് അറിയാം. സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അഗ്നി പലതും ഉണ്ടാക്കുന്നത്. നമ്മൾ ചോറുണ്ടാക്കുന്നതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. ആ അവസ്ഥയിലേക്ക് മാറ്റുന്നവരാണ് അഗ്നിയാണ്. ഇരുമ്പിനെ അടിച്ചു വരത്താനാണെങ്കിൽ ചൂടാക്കിയിട്ട് അടിച്ചു വരത്തുന്നു. അവിടെയും അഗ്നിയാണ്. അഗ്നി ചൂടാക്കുമ്പോൾ പെട്ടെന്ന് അടിച്ചു വരത്താൻ പറ്റും. അപ്പം എല്ലാ ശാസ്ത്രജ്ഞാനവും അതിൻ്റെ പ്രയോഗിക്കുന്നതിന് പിന്നിലുള്ള ഊർജവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. വിശ്വത്തിൻ്റെ ആധാരം തന്നെയാണ് അഗ്നി. ശബ്ദമായ അഗ്നിയുടെ രൂപം. വിശ്വത്തിൻ്റെ ആധാരം ശബ്ദമായ അഗ്നിയുടെ രൂപം തന്നെയാണ്. ശബ്ദമായ അഗ്നിയുടെ രൂപമാണ്.
വിശ്വത്തിൻ്റെ ആധാരം എന്ന് പറഞ്ഞാൽ ശബ്ദം എന്താണ്? തരംഗരൂപത്തിലാണ്. തരംഗരൂപത്തിലാണ് ഊർജം പ്രവഹിക്കുന്നത്. സാധാരണ ഊർജത്തെ എങ്ങനെയാണ് പറയുക? അധികവും തരംഗരൂപത്തിലാണ്. പ്രകാശകേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്, അപ്പം ശബ്ദമുണ്ടാകുന്നതും അഗ്നിയിലൂടെയാണ്, പ്രകാശകേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതും അഗ്നിയിലൂടെയാണ്. ഊർജത്തിൽ നിന്നാണ് പ്രകാശം ഉണ്ടാകുന്നത്. അപ്പം അഗ്നി ഏതായിട്ട് കാണണം? പ്രകാശമായിട്ട് കാണണം, ശബ്ദമായിട്ട് കാണണം, ബാക്കി എല്ലാ തരത്തിലും കാണണം. അപ്പം അഗ്നി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഊർജമാണ്. അതുകൊണ്ട് അഗ്നിയുടെ മഹത്വത്തെ എല്ലാവരും സ്തുതിക്കുന്നു. ഇനി 43. ഗുരുവായ അഗ്നി അപ്പം നമ്മുടെ ഗുരുവായിട്ട് കാണുകയാണ്. അവയുടെ പ്രകാശകിരണങ്ങൾ, അഗ്നിയുടെ പ്രകാശകിരണങ്ങൾ, അഗ്നി പ്രകാശ രൂപത്തിൽ സഞ്ചരിക്കുന്നത് സർപ്പിള ആകാരത്തിൽ ഉജ്ജ്വലമായി സ്പന്ദിക്കുന്നു. സർപ്പത്തിൻ്റെ ആകൃതിയിൽ, തരംഗരൂപത്തിൽ. അഗ്നിയുടെ പ്രകാശരൂപം എന്ന് പറയുന്നത് സർപ്പത്തിൻ്റെ രൂപത്തിലാണ്. അത് സ്പന്ദിക്കുന്നു. നമുക്കൊരു കമ്പി പിടിച്ചിട്ട്, കെട്ടിയിരിക്കുന്ന ഒരു കമ്പി പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ സ്പന്ദിപ്പിച്ചാൽ തരംഗോർജം പ്രവഹിക്കും. സയൻസ് തന്നെയാണ് പറയുന്നത്. ബലത്തിൻ്റെ നാഥനായ അഗ്നിയുടെ മഹത്വം ഗാനമായി ആലപിക്കപ്പെടുന്നു. ബലം ഏതിൽ നിന്നാണ് വരുന്നത്? അഗ്നിയിൽ നിന്നാണ് വരുന്നത്. നമുക്ക് കിട്ടുന്ന ശക്തി അതും ഊർജത്തിൽ, അവിടെ അഗ്നി ഏതാണപ്പോൾ? ഊർജമാണ്. അപ്പോൾ പ്രകാശമായിട്ട് വരുന്നത് ഊർജമാണ്, ശബ്ദമായിട്ട് വരുന്നത് ഊർജമാണ്, സ്പന്ദിക്കുന്നത് ഊർജമാണ്. അത് സർപ്പിള രൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ബലത്തിൻ്റെ പിന്നിലുള്ളതും ഊർജമാണ്. അതുകൊണ്ട് ദേവതകൾ അതിനെ ആലപിക്കുന്നു. ഇനി 44. അഗ്നിയുടെ ശക്തി പൂർണ്ണമായ ഊർജഗതിയാണ്. അപ്പം അഗ്നിയുടെ ശക്തി എന്ന് പറയുന്നത് പൂർണ്ണമായ ഊർജമാണ്. അപ്പം അഗ്നിയെ ഊർജമായിട്ട് കണക്കാക്കണം. പൂർണ്ണമായ ഊർജം. അപ്പോൾ ഊർജമാണ് പൂർണ്ണം. അതിൻ്റെ പല രൂപങ്ങളാണ് അഗ്നിയും പ്രകാശവും ശബ്ദവും എല്ലാം. അതിൻ്റെ ശക്തിയെ മഹത്വമായ കർമ്മങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത്. അഗ്നിയെ നമ്മൾ ഊർജത്തെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? മഹത്വരമായ പലതരം കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അഗ്നിയെ ഉപയോഗിക്കുന്നത്. അത് പിന്നെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ. അഗ്നിയെ നമ്മൾ ഉപയോഗിക്കുന്നത് മഹത്വപരമായ കർമ്മങ്ങൾ ചെയ്യാൻ, ചോറുണ്ടാക്കാൻ, പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാക്കണ്ടെങ്കിൽ എന്തിനും അഗ്നി വേണം. ഊർജമില്ലാതെ ഒരു കർമ്മവും നടക്കില്ല. നടക്കണ്ടെങ്കിലും നമുക്ക് എന്ത് വേണം? ഊർജം വേണം. സംസാരിക്കാൻ എന്ത് വേണം? ഊർജം വേണം. അതുകൊണ്ട് അഗ്നിയെ നമ്മൾ പ്രശംസിക്കുന്നു. വിവേകവും ജ്ഞാനവും സ്വീകരിക്കുന്ന ഞങ്ങൾ അതിനുശേഷം അങ്ങയെക്കുറിച്ചുള്ള സ്തുതികളാണ് ആലപിക്കുന്നത്. അപ്പോൾ വിവേകവും ജ്ഞാനവും നേടിയതിന് ശേഷം, നമ്മൾ പഠിച്ചിട്ട് ജ്ഞാനം നേടിയതിന് ശേഷം, വിവേകവും ജ്ഞാനവും എല്ലാം നേടിയ ശേഷം നമ്മൾ അങ്ങയെയാണ് ആശ്രയിക്കുന്നത്. ആരെയാണ് ആശ്രയിക്കുന്നത്? അഗ്നിയെ. എന്തിന്? ഉപയോഗിക്കാൻ. പഠിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കേണ്ട സമയം വരുമ്പോൾ നമുക്ക് എന്ത് വേണം? അഗ്നിയുടെ സഹായം വേണം. പാചകം ഉണ്ടാക്കാൻ പഠിച്ചു, ഇനി അത് ഉപയോഗിക്കണ്ടെങ്കിൽ അഗ്നി വേണം. എന്തെങ്കിലും ഒരു ഉപകരണം ഉണ്ടാക്കാൻ പഠിച്ചു, പക്ഷെ അത് ഉപയോഗിക്കണ്ടെങ്കിൽ ഊർജം വേണം. ഇനി 45 അതിശക്തനായ അഗ്നി ഭദ്രമായ കർമ്മപദമാകുന്നു. ശക്തനായ അഗ്നി എന്ന് പറയുന്നത് കർമ്മപദമാണ്. ആ അഗ്നിയാണ് നമ്മളെ കർമ്മത്തിലൂടെ നയിച്ചുകൊണ്ട് പോകുന്നത്. അത് സാങ്കേതിക ജ്ഞാനം തികഞ്ഞതാണ്. അത് ടെക്നോളജിയുടെ ജ്ഞാനം തികഞ്ഞതാണ്. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ. സയൻസ് എന്ന് പറയുന്നത് തിയറി. ടെക്നോളജി എന്ന് പറഞ്ഞാൽ സാങ്കേതികം. ടെക്നോളജി അത് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ നമുക്ക് എപ്പോഴും എന്ത് വേണം?
അഗ്നി വേണം. അപ്പം സാങ്കേതിക ജ്ഞാനം തികഞ്ഞവനാണത്. അഗ്നിയുടെ അനുഗ്രഹത്താൽ നമുക്ക് ബൗദ്ധികവും ആത്മീയവുമായ ശക്തി ലഭിക്കട്ടെ. അഗ്നിയുടെ സഹായത്താലാണ് നമ്മൾ ബൗദ്ധികപരമായ നേട്ടങ്ങളും ആത്മീയപരമായ എല്ലാ നേട്ടങ്ങളും നേടുന്നത്. അഗ്നിയുടെ സഹായത്താൽ, ഊർജത്തിൻ്റെ സഹായത്താലാണ്. ഭൗതികമായ നേട്ടങ്ങൾ നമ്മൾ ലോകം പുരോഗമിക്കുമ്പോൾ അഗ്നി ഉപയോഗിച്ചിട്ടാണ്. ആത്മീയപരമായിട്ടാണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അവിടെയും അഗ്നി വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി 46, ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അഗ്നി ജ്വലിക്കട്ടെ. അതുകൊണ്ട് അഗ്നി ജ്വലിക്കട്ടെ. ആർക്ക് വേണ്ടി? ഞങ്ങൾക്ക് വേണ്ടി അഗ്നി ജ്വലിക്കട്ടെ. അതെ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴാണ് അഗ്നി ജ്വലിപ്പിക്കുന്നത്. കാണാൻ നല്ല ഒന്ന് സന്തോഷിക്കണം തോന്നുമ്പോൾ പൂത്തിരിയെല്ലാം കത്തിക്കും. എല്ലാം വിശപ്പ് വരുമ്പോൾ അടുപ്പ് കത്തിക്കും. അഗ്നിയുടെ ജ്വാലകൾ 46 അഗ്നിയുടെ ജ്വാലകൾ ഉയർന്നു പൊങ്ങുമ്പോൾ അത് വൈഷമ്യങ്ങളെ ഇല്ലാതാക്കും. അങ്ങനെ അഗ്നി ആളിക്കത്താൻ തുടങ്ങുമ്പോൾ നമ്മളെ പ്രയാസങ്ങളെല്ലാം തീരും. ദാഹം തോന്നുമ്പോൾ വെള്ളം ചൂടാക്കുമ്പോൾ കുടിക്കാം, ചായ ഉണ്ടാക്കുമ്പോൾ കുടിക്കാം. വിശക്കുമ്പോൾ അഗ്നി ജ്വലിക്കുമ്പോൾ നമുക്ക് ആശ്വാസമായി, ഇപ്പം ബന്ധു കിട്ടും, തിന്നാം. അഗ്നിയുടെ അനുഗ്രഹത്താൽ ഈ ലോകത്തിൽ സന്മാർഗികൾ ഒത്തുചേരട്ടെ. അഗ്നി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നല്ല ആൾക്കാരും ദോഷാവശ്യത്തിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സന്മാർഗികൾ ഒത്തുചേരട്ടെ എന്ന് പറഞ്ഞാൽ നല്ല ആൾക്കാർ ഒത്തുകൂടിയിട്ട് യജ്ഞങ്ങൾ ചെയ്യട്ടെ. 47, അഗ്നി അതീവ സൂക്ഷ്മമായ വിവേകമാണ്. വിവേകമുള്ള മനുഷ്യരാണ് അഗ്നിയെ ഉപയോഗിക്കുന്നത്. അപ്പം സൂക്ഷ്മമായ വിവേകമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി അതിനെ പ്രയോഗിക്കുമ്പോൾ, സൂക്ഷ്മമായി പ്രയോഗിക്കുമ്പോഴാണ് അഗ്നിയെ ആശ്രയിക്കുന്നത്. അഗ്നിയിൽ നിന്നാണ് യജ്ഞം ഉണ്ടാകുന്നത്. അഗ്നി ഉണ്ടെങ്കിലേ യജ്ഞം, കർമ്മങ്ങൾ ചെയ്യാൻ അഗ്നി വേണം. ഏത് കർമ്മത്തിനും അഗ്നി ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അഗ്നി പ്രസിദ്ധമാകുന്ന ധർമ്മ കാരണത്താലാണ്. അങ്ങനെ നല്ല ധർമ്മപരമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അഗ്നി പ്രശംസനീയമാകുന്നത്. കാരണം എന്താണ്? അഗ്നിക്ക് എന്ത് കഴിവുണ്ട്? നമ്മളെ ചന്ദ്രനിലെത്തിക്കാൻ പോലുള്ള കഴിവ് ഉണ്ട്. അപ്പം വലിയ വലിയ കാര്യങ്ങൾക്ക് അഗ്നി ഉപയോഗിക്കുമ്പോൾ അത് പ്രശംസനീയമായി മാറുകയാണ്. നമ്മളങ്ങ് ചന്ദ്രനിലെല്ലാം പോവുകയാണ്. അതാരുടെ കഴിവ് കൊണ്ടാണ്? അഗ്നിയുടെ കഴിവ് കൊണ്ടാണ്. അങ്ങ് മുകളിലേക്ക് ഉയർന്ന് ഐശ്വര്യം പ്രദാനം ചെയ്യുക. അതുകൊണ്ട് അങ്ങനെയുള്ള അഗ്നി മുകളിലേക്ക് ഉയർന്ന് ഐശ്വര്യം നൽകുക എന്ന് പറയുമ്പോൾ, മുകളിലേക്ക് ഉയരുക എന്ന് പറയുമ്പോൾ അഗ്നി മുകളിലേക്ക് ഉയരുന്ന റോക്കറ്റ് കയറി പോകുന്നതും മുകളിലേക്ക് ഉയരല് തന്നെ. അഗ്നി മുകളിലേക്ക് ഉയർന്നു പോകുന്നില്ല. റോക്കറ്റിൻ്റെ തീ കൊടുക്കുമ്പോൾ തീയല്ല മുകളിലോട്ടേക്ക് പോകണം, കത്തി ജ്വലിച്ചിട്ട്. അങ്ങനെയല്ലേ നമുക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നത്. ജീവിതം നൽകുന്നത് അഗ്നിയുടെ കൃപയാലാണ്. അഗ്നിയുള്ളത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഈ ശരീരം ചൂട് നിലനിർത്തുന്ന അഗ്നിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടിക്ക് അഗ്നി വേണം. എന്തിനും ഊർജമുണ്ടെങ്കിൽ, ഊർജം അഗ്നി എന്ന് മാത്രം എടുക്കരുത്, ഊർജം. കൃതത്താൽ അഗ്നി തെളിഞ്ഞു പ്രകാശിക്കട്ടെ. കത്തണ്ടിക്കൽ അതിനൊരു സാധനം കൊടുക്കണം, ഘൃതം. മാത്രമല്ല അഗ്നി അനുഗ്രഹം ചൊരിയട്ടെ. അങ്ങനെ അഗ്നി നമുക്ക് പലതരം അനുഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചിട്ട് തരും. അഗ്നിയിൽ നിന്ന് ഉയർന്ന പ്രകാശകിരണങ്ങൾ എപ്പോഴും സർപ്പിള ആകാരത്തിൽ സഞ്ചരിക്കുന്നു. അഗ്നിയിൽ നിന്നും വരുന്ന പ്രകാശം എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? സർപ്പിള ആകാരത്തിൽ, തരംഗരൂപത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇതെല്ലാം വേദത്തിൽ എഴുതി വെച്ച കാര്യങ്ങളാണ്. പ്രകാശം അഗ്നിയിൽ നിന്ന് ഉയരുന്ന, ഊർജത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശം തരംഗരൂപത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇനി 48, അഗ്നി എപ്പോഴും നമ്മൾക്ക് മംഗളം നൽകും. നമ്മളെ സഹായിക്കാനാണ് അഗ്നി എപ്പോഴും ഇരിക്കുന്നത്. ദാഹം തീർത്ത് തരും, വിശപ്പ് തീർത്ത് തരും. അതിനെല്ലാം അഗ്നി. ആനന്ദിക്കാൻ TV, അതിൽ വൈദ്യുതി, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്
ഇതെല്ലാം ഊർജം തന്നെയാണ്. അങ്ങനെയുള്ള അഗ്നി സഹചാരിയും സംരക്ഷകനുമാണ്. സഹചാരി നമ്മുടെ കൂടെ വസിക്കുന്നതാണ് അഗ്നി, നമ്മുടെ സംരക്ഷകനുമാണ്. നമ്മളെ രക്ഷിക്കുന്നതും അഗ്നിയാണ്. അങ്ങനെയുള്ള അഗ്നിയോട് പറയുകയാണ്, ഞങ്ങളിൽ ഐശ്വര്യം നിറച്ചു തരിക. മാത്രമല്ല ഐശ്വര്യത്തോടൊപ്പം അന്നവും നൽകിയാൽ നമുക്ക് ഐശ്വര്യം എന്താണ്? പലതരം പുതിയ പുതിയ ഉപകരണങ്ങളിൽ ഉണ്ടാക്കിയാൽ, സുഖഭോഗ വസ്തുക്കൾ ഉണ്ടാക്കിയാൽ ഐശ്വര്യം ഉണ്ടാകും. അതുമാത്രമല്ല നമുക്ക് എന്ത് തരണം? അന്നം, തിന്നാനുള്ളി നല്ലത് തരിക. അങ്ങനെയല്ലേ പലതായി ചിക്കൻ ഫ്രൈ എന്തെല്ലാം സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് അഗ്നി ഉപയോഗിച്ചിട്ട്. ഉത്കൃഷ്ടമായ പ്രവൃത്തികളിലൂടെയാണ് അഗ്നി പ്രചോദിപ്പിക്കപ്പെടുന്നത്. ഉത്കൃഷ്ടമായ പ്രവൃത്തികളാണ് അഗ്നി ചെയ്യുന്നത്. എന്തെല്ലാം കർമ്മങ്ങളാണ് അഗ്നി ചെയ്യുന്നത്? തിന്നേണ്ട സാധനം, സൂക്ഷിക്കേണ്ട സാധനം നമ്മളെ ആകാശത്തിലേക്ക് ഉയർത്തും, വായുവിലൂടെ പറത്തും, വാഹനത്തിലൂടെ എടുത്തു കൊണ്ടുപോകും, അങ്ങനെ പലത്. സുഹൃത്തുക്കൾ അന്യോന്യം സന്തോഷത്തിനായി സഹകരിക്കുന്നത് പോലെ, സുഹൃത്തുക്കൾ അന്യോന്യം കാര്യലാഭത്തിന് വേണ്ടി സഹകരിക്കുന്നത് പോലെ നമ്മളും അഗ്നിയായിട്ട് സൗഹൃദം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴും അഗ്നിയായിട്ട് നല്ല സുഹൃത്ത് ബന്ധത്തിലാണ് ഉള്ളത്. ഒരു തീപ്പെട്ടിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു ദിവസം വൈദ്യുതിയില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ. ഇനി 49. തപസ്സിനാലാണ് അഗ്നി വർദ്ധിപ്പിക്കുന്നത്. തപസ്സിനാൽ അഗ്നിയെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അഗ്നി ഊർജത്തെ നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിച്ചുകൊണ്ടാണ് സൂക്ഷ്മമായ തപസ് എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ ചിന്തയോടുകൂടിയാണ് നമ്മൾ അഗ്നിയെ വർദ്ധിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു തീ കത്തണ്ടിക്ക് തന്നെ വെറുതെ കത്തിച്ചാൽ പോരാ, അടുപ്പ് കത്തിക്കുന്നതിന് തന്നെ സൂക്ഷ്മമായിട്ട് കത്തിച്ചാലേ നമുക്ക് വേണ്ട തരത്തിലുള്ള ചൂടോ എല്ലാം കിട്ടുകയുള്ളൂ. ഒരു ഗ്യാസ് സ്റ്റവ് കത്തിക്കുമ്പോഴും അതിൻ്റെ വായുവിനെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുക. തീ അഡ്ജസ്റ്റ് ചെയ്യുക, സൂക്ഷ്മതയോടെയാണ് അഗ്നി വർദ്ധിപ്പിക്കുന്നത്. അങ്ങ് പ്രകാശം തികഞ്ഞ ജ്ഞാനം നൽകി അനുഗ്രഹിച്ചാലും, അങ്ങ് പ്രകാശം തികഞ്ഞ ജ്ഞാനം, പ്രകാശം എന്ന് പറഞ്ഞാൽ നമ്മളെ അന്ധകാരം എല്ലാം അകറ്റുന്നതാണ്. അതേപോലെയുള്ള ജ്ഞാനം അഗ്നിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അഗ്നി ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ചെയ്യാം, ആ ജ്ഞാനമെല്ലാം നമ്മൾ നേടുകയാണ്. നമ്മൾ നേടുന്ന എല്ലാ ജ്ഞാനവും അഗ്നി ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അഗ്നിയാണ് നമുക്ക് പലതരം ജ്ഞാനങ്ങൾ നേടാൻ പ്രചോദിപ്പിക്കുന്നത്. അഗ്നി പൂർണ്ണ സത്യജ്ഞാനമാകുന്നു. അഗ്നി പൂർണ്ണമായ അഗ്നിയുടെ കാര്യത്തിൽ ഒരു തട്ടിപ്പും ഇല്ല. നല്ല ഉണങ്ങിയതാണെങ്കിൽ അഗ്നി കത്തിച്ചു തരും. വെയിലത്ത് തുണിയിട്ട് കഴിഞ്ഞാൽ ഉണക്കിത്തരും. അതിൽ പിന്നെ കള്ളത്രാണമൊന്നുമില്ല. അത് 100% അത് കറക്റ്റായിട്ടേ ചെയ്യുകയുള്ളൂ. മനുഷ്യരെ സത്യവുമായി ബന്ധിപ്പിക്കുന്നതും അഗ്നിയാണ്. മനുഷ്യൻ സത്യം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? ബലം ഉപയോഗിച്ച് തന്നെയാണ്. അഗ്നി എന്ന് പറഞ്ഞാൽ ബലവുമാണ്. മനുഷ്യൻ നേരായ മാർഗത്തിലൂടെ നയിക്കുന്നത് എന്തുകൊണ്ടാണ്? നിയമങ്ങളെ പേടിച്ചിട്ടാണ്. നിയമങ്ങൾ എന്ന് പറയുകയാണ് എന്താണ്? അത് നമ്മളെ ശിക്ഷിക്കുന്ന ബലപ്രയോഗമാണ്. നമ്മളെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് ബലപ്രയോഗമാണ്. അപ്പം നമ്മൾ ബലത്തെ പേടിച്ചിട്ട്, അങ്ങനെയുള്ള അതിനെ പേടിച്ചിട്ട് തന്നെയാണ് നമ്മൾ നല്ലതായിട്ട് നടക്കുന്നത്. ആ അഗ്നിദേവൻ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് അറിയാം. ലോകത്തിലെല്ലായിടവും അഗ്നിയുണ്ട്. ഇനി 50. ലോകത്തിൽ ആദ്യം പിറന്നത് അഗ്നിയാണ്. ഊർജത്തിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്. E=mc². അപ്പം ലോകത്തിൽ ആദ്യം പിറന്നവൻ അഗ്നിയാണ്. അതുകൊണ്ട് അവൻ ആചാര്യനാണ്. അഗ്നിയുടെ അനുഗ്രഹത്താൽ ഞാൻ ഈ ഭൂമിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും തിരഞ്ഞ് സ്വഭവനത്തിൽ സന്തോഷത്തോടെ വസിക്കുന്നു. അഗ്നിയുടെ അനുഗ്രഹത്താലാണ് ഈ ഭൂമിയിൽ ഞങ്ങൾ എല്ലാ സൗഭാഗ്യവും നേടിക്കൊണ്ട് സ്വന്തം വീട്ടിൽ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് 50ാമത്തെ മന്ത്രം കഴിയുന്നു. അടുത്തത് ഇത് മനസ്സിലാക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല, വളരെ ലളിതമാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാണാം.